ചേലക്കര വയനാട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേലക്കരയിൽ നിന്ന് സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സാലി, ഈ മണിക്കൂറിൽ 9 മണിയായിട്ടുണ്ട്. വെയിൽ വീഴാൻ അല്പസമയം കൂടിയൊക്കെയുണ്ട്. കാര്യപ്പെട്ട വെയിലിലേക്കൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് വലിയ തിരക്കുണ്ടോ പോളിംഗ് ബൂത്തുകളിൽ? സ്ത്രീ വോട്ടർമാരുടെ ഒരു സാന്നിധ്യമൊക്കെ എങ്ങനെ ഇതുവരെ? അന്ന രാവിലെ വലിയ തിരക്കായിരുന്നു. ആ തിരക്കിനൊരു കുറവ് വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം. പക്ഷേ ചില ബൂത്തുകളിൽ ആ തിരക്കുണ്ട്. അതിനൊരു കാരണം, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തോന്നൂർക്കര AUP സ്കൂളിലെ 78-ാം നമ്പർ ബൂത്തിലാണ്. ഈ കോമ്പൗണ്ടിൽ 74 മുതൽ 79 വരെ ബൂത്തുകളുണ്ട്. അതിൽ എല്ലാ ബൂത്തുകളിലും രാവിലെ നീണ്ട നിരയായിരുന്നു. പക്ഷേ ബാക്കി ബൂത്തുകളിലേക്ക് നോക്കിയാൽ അവിടെ 1-2 പേർ മാത്രമേ ഇപ്പോൾ ക്യൂവിലുള്ളൂ. പക്ഷേ ഈ ബൂത്തിൽ ഈ ഒരു 10-40ഓളം പേർ ബൂത്ത് ക്യൂവിൽ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് ഇവിടുത്തെ പോളിംഗ് പ്രോസസ്സ് ഒരല്പം സ്ലോ ആയതുകൊണ്ടാണ് എന്നാണ് ഇവിടെ തന്നെ വോട്ടർമാരും ഒക്കെ പറയുന്നത്. അതിനപ്പുറം എന്തെങ്കിലും സാങ്കേതിക തകരാറല്ല, അത് ഉദ്യോഗസ്ഥരുടെ ഒരു മികവിൻ്റെയൊക്കെ ഒരു പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഒരല്പം സ്ലോയിലാണ് ഇവിടെ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പുരോഗമിക്കുന്നു. പൊതുവിൽ രാവിലെ ഉണ്ടായ ഒരു ആവേശം പോളിംഗ് ബൂത്തുകളിൽ ഇപ്പോഴില്ല. 9 മണിയായപ്പോഴില്ല. ചെറുതായി വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ മറ്റാവശ്യങ്ങൾക്ക് ജോലിക്കും മറ്റുമായി നഗരങ്ങളിലേക്കൊക്കെ പോകേണ്ട ആളുകൾ, ഒപ്പം ചില വീട്ടമ്മമാർ ഒക്കെ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തുകളിൽ എത്തി എന്നും വേണം അനുമാനിക്കാൻ. ആ ഒഴുക്കിപ്പോൾ പോളിംഗ് ബൂത്തുകളിലേക്ക് ഇപ്പോൾ ഈ 9 മണി പിന്നിടുമ്പോൾ ഇല്ല. അതിനർത്ഥം ഒരു സാധാരണ ശരാശരി നിലവാരത്തിലുള്ള പോളിംഗ് മാത്രമേ ചേലക്കരയിൽ ഇപ്പോഴുള്ളൂ എന്നുള്ളത് ആണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഏതായാലും സമാധാനപരമായി പുരോഗമിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് തോന്നൂർക്കര AUP സ്കൂളിൽ അല്പസമയത്തിനും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയും MP-യുമായ K. രാധാകൃഷ്ണൻ വോട്ട് ചെയ്യാനെത്തും. അദ്ദേഹം ഒരു 9:10 മണിയോടുകൂടി എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രതികരണം, ഇന്നുണ്ടായ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും സമാധാനപരമായി പോളിംഗ് പുരോഗമിക്കുന്നു. പൊതുവിൽ മണ്ഡലത്തിലുടനീളം ഇത് തന്നെയാണ് സാഹചര്യം. ഒരു ശരാശരി പോളിംഗ് ശതമാനത്തിലേക്ക് തന്നെ ഇക്കുറിയും ചേലക്കര മണ്ഡലത്തിലെ പോളിംഗ് പൂർത്തിയാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ചേലക്കര പാഞ്ഞാൾ 2 പഞ്ചായത്തുകളാണ്. ആ പ്രദേശത്തും സാധാരണ നിലയിലുള്ളതിനപ്പുറം ഒരാൾ തിരക്കൊന്നും ഇപ്പോഴില്ല. പക്ഷേ രാവിലെ നീണ്ട നിരയുണ്ടായിരുന്നു. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്ന 5 ബൂത്തുകളുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചാൽ അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് ഈ 5 ബൂത്തുകളും വലിയ മജോറിറ്റി നൽകിയ ഒരു ബൂത്ത് പ്രദേശമാണ്. കാരണം K. രാധാകൃഷ്ണനാണ് നിയമസഭയിലേക്ക് മത്സരിച്ച് അദ്ദേഹത്തിൻ്റെ വീട് ഉൾപ്പെടുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ 5 ബൂത്തുകളിലും വലിയ മൃഗീയ ലീഡ് ഇടത് സ്ഥാനാർത്ഥിക്ക് നൽകിയ ഒരു പ്രദേശമാണിത്. പക്ഷേ അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെത്തിയപ്പോൾ 2 ബൂത്തുകൾ UDF പക്ഷത്ത്, 3 ബൂത്തുകൾ LDF പക്ഷത്ത് നിന്നു. അങ്ങനെ ചെറിയ ചാഞ്ചാട്ടമൊക്കെ പ്രകടിപ്പിക്കുക. എന്നാൽ ഇടതുമുന്നണിക്ക് ആധിപത്യം അവകാശപ്പെടാനും കഴിയുന്ന ഒരു പ്രദേശമാണിത്. ഇവിടെ കൂട്ടത്തോടെ ആളുകൾ എത്തുന്നുണ്ടായിരുന്നു രാവിലെ മുതൽ, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. രാവിലത്തെ അത്ര തിരക്കില്ല. ഇപ്പോഴും പോളിംഗ് 96 മുതൽ CPIM-ന്റെ കോട്ടയാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ മുള്ളൂർക്കര, വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ, വരവൂർ, ദേശമംഗലം, ചേലക്കര പഞ്ചായത്തുകൾ LDF ആണ് ഭരിക്കുന്നത്. പക്ഷേ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ പുറകിൽ പോയെങ്കിലും ചേലക്കര, മുള്ളൂർക്കര, പഴയന്നൂർ പഞ്ചായത്തുകളിൽ ലീഡ് പിടിക്കാൻ രമ്യ ഹരിദാസിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഘട്ടത്തിലൊക്കെ. അതിന്റെ ഒരു ആത്മവിശ്വാസം UDF ക്യാമ്പിന് ഉണ്ടാകാം. പക്ഷേ അതിനെയൊക്കെ LDF മറികടക്കുക. K. രാധാകൃഷ്ണന്റെ മികവ്, ഒപ്പം UR പ്രദീപ് ഒരു തവണ മത്സരിച്ച് വിജയിച്ച് അദ്ദേഹത്തിന്റെയും ഭരണ മികവ് എത്രയാണ് എന്നറിയാവുന്നതാണ്. ആന്റി ഇൻകംബൻസി ഇവർക്ക് 2 പേർക്കെതിരെയും മണ്ഡലത്തിൽ ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ലല്ലോ. തീർച്ചയായിട്ടും ഇല്ല. കാരണം അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം തന്നെ അവരുടെ സൗമ്യമായ പെരുമാറ്റവും ആഴത്തിലുള്ള വ്യക്തിബന്ധങ്ങളും ഒക്കെ ഇടതുപക്ഷത്തിന് 2 നേതാക്കളുടെയും, ഒരാൾ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും സ്ഥാനാർത്ഥിക്കൊപ്പം തന്നെ ഇവിടെ പരിശോധിക്കപ്പെടുന്ന ഒരു ഘടകമാണ് K. രാധാകൃഷ്ണൻ്റെ വ്യക്തിബന്ധങ്ങൾ. അതുകൊണ്ട് K. രാധാകൃഷ്ണനും UR പ്രദീപും സജീവമായി പ്രചരണ രംഗത്തുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി UR പ്രദീപാണെങ്കിലും ഒരർത്ഥത്തിൽ അതിനെല്ലാം നേതൃത്വം നൽകിയിരുന്നയാൾ K. രാധാകൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ ഈ 2 പേരുടെയും മികവ്, അത് അവരുടെ വ്യക്തിബന്ധങ്ങൾ, അവരുടെ ആ പെരുമാറ്റ രീതിയൊക്കെ ആളുകളെ ആകർഷിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം പോളിങ്ങിലും വോട്ടെടുപ്പിലും ഒക്കെ ഉണ്ട്. അത് ഫലത്തിലും ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് LDF ക്യാമ്പിനുള്ളത്. ഇത് പൊതുവിൽ ചേലക്കര കുറേ നാളുകളായി ഇടത് പക്ഷത്ത് നിലയുറപ്പിക്കുന്ന ഒരു മണ്ഡലമാണ്. 39,400 വോട്ടിൻ്റെ ലീഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ K. രാധാകൃഷ്ണന് കൊടുത്തു. പക്ഷേ കേരളമാകെ
വലത് തരംഗമാഞ്ചടിച്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും 5200 വോട്ടിൻ്റെ ലീഡ് ഇടതു മുന്നണിക്ക് സമ്മാനിച്ച ഒരു നിയമസഭാ മണ്ഡലമാണിത്. അപ്പോൾ ആ നിയമസഭാ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇടത് ആഭിമുഖ്യമാണ് എന്ന് പൊതുവിൽ വിലയിരുത്താം. അത് 82 വരെ നേരെ തിരിച്ചായിരുന്നു. UDF-നൊപ്പം നിരന്തരം നിലനിന്നിരുന്ന ഒരു മണ്ഡലമായിരുന്നു ഇത്. 82-ന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 2-ലൊഴികെ ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടത് പക്ഷത്ത് നിലയുറപ്പിച്ച ഒരു മണ്ഡലമാണിത്. അപ്പോൾ അങ്ങനെ ആ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം പതുക്കെ ഇടതുപക്ഷത്തേക്ക് മാറുകയായിരുന്നു. അപ്പോൾ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഭൂരിപക്ഷം വർദ്ധിച്ചുകൊണ്ടേയിരുന്നൊരു സാഹചര്യമുണ്ട്. സമാന സ്വഭാവം തന്നെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ബൂത്തുകളുടെ ഒരു രാഷ്ട്രീയ സ്വഭാവം എന്ന് പറയുന്നത്. മുൻപ് UDF പ്രദേശമായിരുന്നു. ഇപ്പോൾ ഈ സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം LDF-നൊപ്പം നിന്നൊരു പ്രദേശം. അങ്ങനെ ഒരു രാഷ്ട്രീയ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഈ ചേലക്കര പഞ്ചായത്ത് പ്രദേശം, അവിടെയും ഇക്കുറി ഒരു നേരിയ ലീഡ് LDF പ്രതീക്ഷിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായി ചേലക്കര പഞ്ചായത്ത് മാത്രം പരിശോധിച്ചാൽ LDF-ന് UDF-ന് ഏതാണ്ട് ബലാബലം തുല്യമാണ് എന്ന് പറയാവുന്ന ഒരു പ്രദേശമാണ് രാഷ്ട്രീയമായി. പക്ഷേ ഇക്കുറി ഒരു നേരിയ ലീഡ് LDF പ്രതീക്ഷിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ലീഡ് പ്രതീക്ഷിക്കുന്നു എന്നാണ് LDF അവകാശപ്പെടുന്നത്. പക്ഷേ UDF-ൻ്റെ പ്രതീക്ഷകൾ മറിച്ചാണ്. ചില പഞ്ചായത്തുകളിൽ നല്ല ലീഡ് നേടുക വഴി മണ്ഡലം തിരിച്ചു പിടിക്കാനാകും എന്ന് UDF-ഉം കരുതുന്നു. അങ്ങനെ വളരെ വാശിയേറിയ ഒരു പോരാട്ടത്തിനൊടുവിലാണ് അപ്പോൾ ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതേ വാശി, ആവേശം രാവിലെ ഒരല്പം മുമ്പ് വരെ പോളിംഗ് ബൂത്തുകളിലും ദൃശ്യമായിരുന്നു. ഇപ്പോഴും ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സമാധാനപരമായി പോളിംഗ് പുരോഗമിക്കുന്നു എന്ന് പറയാം.